നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഫ്രോസൺ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ബ്രോസ്റ്റിൽ സ്കിന്നുള്ള ചിക്കനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തന്നെ വാഷ് ചെയ്ത് ആ ചിക്കനിലെ വെള്ളമെല്ലാം തന്നെ വാർത്ത് വയ്ക്കുക. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബ്രോസ്റ്റ് മസാലയാണ്. അതിൽ 2 പാക്കറ്റുകളാണ് അതിൽ വരിക. അതിലെ ചെറിയ പാക്കറ്റ് അത് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ചിക്കനെല്ലാം തന്നെ അതിൽ മുക്കി വയ്ക്കുക. ഏകദേശം ഒരു 2 മണിക്കൂറോളം അത് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റ് പൗഡറിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം വീണ്ടും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എത്രത്തോളം സമയം കൂടുതൽ വെക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ബ്രോസ്റ്റ് പൗഡർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ചിക്കൻ്റെ ഓരോ പീസുകളും തന്നെ നന്നായിട്ട് ഈ ബ്രോസ്റ്റ് പൗഡറിലിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് കോട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പുറമേ വരുന്ന കോട്ടിങ് വളരെ നല്ല ക്രിസ്പായിട്ട് വരും. നന്നായി തന്നെ എല്ലാ ചിക്കൻ പീസുകളും ഓരോന്നോരോന്നായി കോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ എല്ലാ ചിക്കൻ പീസുകളും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിൽ ഏകദേശം ഒരു 1/2 ഭാഗത്തോളം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ പീസുകൾ ഒരേ സമയം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എണ്ണ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് എണ്ണയിലും വറുത്തെടുക്കാവുന്നതാണ്. ഓരോരോ പീസുകളായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മുടെ സ്റ്റവ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഏകദേശം നമുക്കൊരു 15 മിനിറ്റോളം കുക്കിംഗ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ കുക്കറിലിടുന്ന സമയത്ത് തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടിയും അതിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്തേക്കാണ് ചിക്കൻ ഏകദേശം കുക്കായി വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ചിക്കൻ വളരെ നന്നായി തന്നെ കുക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം സമയമായി ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ. നമുക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതൊന്ന് കോരിയെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ ബാക്കി കുറച്ചുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വളരെ ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലേതുപോലെ തന്നെ വളരെ നല്ല ടേസ്റ്റിയിലുമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ആളെന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.